ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ 10 പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത്, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തത്, ഒന്നും സ്ഥിരമല്ല. ഭൂമുഖത്ത് നമ്മളെ കാണുന്നതൊന്നും. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരാം. ആ ദുഃഖങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറും. സന്തോഷം വരാം, ദുഃഖങ്ങൾ വരാം. ചിലപ്പോൾ ജീവിതത്തിൽ വിജയങ്ങൾ വരും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പം പരാജയങ്ങൾ സംഭവിക്കും. അപ്പം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുക. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും. അപ്പം നമ്മൾ തെറ്റായിട്ട് ഇത് എനിക്ക് എന്നും ദുഃഖം അല്ലെങ്കിൽ എന്നും ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. രണ്ടാമത്തേത്, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. അപ്പം യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. അപ്പം നല്ലത് വന്നാലും എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിരിക്കും. ഇവിടെ പൊതുവെ നമ്മൾ കാണുന്നത്, എന്തെങ്കിലും പരാജയങ്ങളോ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു ഇത്, അതല്ല. അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റം പറയും. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്ത് എവിടെയോ ചെറിയ പാളിച്ച സംഭവിച്ചു, അതുകൊണ്ടാണ് ഇത് നമുക്ക് സംഭവിച്ചത്. അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അതിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുന്നതാണ്. അല്ലാതെ മറ്റുള്ള വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ കുറ്റം പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് യാതൊരു മോചനവും ലഭിക്കില്ല. മൂന്നാമത്തത്, സമയം. വാല്യൂ ഓഫ് ടൈം എന്ന് പറയുന്നത് പണത്തിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പം ഞാൻ UK നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ തൊപ്പിയും ഷാളും ഒക്കെ ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ അവിടെ ഇന്നത്തെ ദിവസം ഇച്ചിരി വളരെ തണുപ്പായിരുന്നു. -4-5 വന്ന് ഐസ്. അപ്പം അതുകൊണ്ടാണ് ഈ വേഷത്തിൽ എന്നെ നിങ്ങളുടെ മുന്നിൽ കണ്ടിരിക്കുന്നത്. അപ്പം സമയം എന്ന് പറയുന്നത് പണത്തെക്കാളും വിലപ്പെട്ടതാണ്. കാരണം പണം നമുക്ക് നഷ്ടപ്പെട്ടാൽ പണം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരികെ കിട്ടില്ല. ഈ യാഥാർത്ഥ്യം, ഇത് ഒരു സത്യമാണ്. നാലാമത്തത്, ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയും. നല്ല ആരോഗ്യവും മനസ്സമാധാനവും ഇല്ലെങ്കിൽ നമ്മുടെ വിജയങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, എണീറ്റ് നടക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഓക്കെ. അഞ്ചാമത്തത്, പരാജയം വിജയത്തിലേക്കുള്ള വഴിയാണ്. പലരും പരാജയം എന്ന് പറഞ്ഞാൽ, ഈ പരാജയം ഇല്ലാതെ ലോകത്ത് ഇന്ന് വളരെ വിജയത്തിൽ ഉള്ള വ്യക്തികളുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ അനേകം തവണ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നേറുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ട് പിന്നെ നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ നമുക്ക് വിജയം ഉണ്ടാവില്ല. ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പരാജയപ്പെട്ടത്, അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ആറാമത്തത്, പുറത്തെ വിജയത്തേക്കാൾ പ്രധാനമാണ് ഉള്ളിലെ മനസ്സമാധാനം. ശക്തമായ മനസ്സ് ഏത് സമ്പത്തിനേക്കാളും ശക്തമാണ്. ഇപ്പം
സമ്പത്ത് ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷെ സമ്പത്തുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ മനസ്സമാധാനമില്ലെങ്കിൽ ഇതിന് യാതൊരു വാല്യൂമില്ല. അപ്പം മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ് ഈസ് വളരെ മറ്റ് എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ഏഴാമത്തത് താരതമ്യം. നമ്മളെ വ്യക്തികളുടെയൊക്കെ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പാരിസൺ നമ്മുടെ ശക്തി കെടുത്തിക്കളയും. കാരണം ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻ്റ് ആണ്. ഒരു വ്യക്തിയെ പോലെ വേറൊരു വ്യക്തി ലോകത്തില്ല. കഴിവുകളും അതുപോലെയാണ്. അപ്പം നമ്മുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ കഴിവുകൾ വികസിപ്പിക്കാൻ നോക്കുക. അതുപോലെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാവും. എട്ടാമത്തത് ദയവുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം, ഓണസ്റ്റ് ഉള്ളവരായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അവർക്ക് നന്മകൾ തീർച്ചയായും വരും. അപ്പം മലയാളത്തിൽ നമ്മൾ വിതയ്ക്കുന്നതേ നമ്മളെ കുഴയത്തുള്ളൂ. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ നല്ലത് തന്നെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ള വിതച്ചിട്ട് നല്ല ഇത് പ്രതീക്ഷിച്ചിരുന്നാൽ നടക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളായിരിക്കും നമുക്ക് ഭാവിയിൽ ലഭിക്കുന്നത്. ഒൻപതാമത്തത് ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കരുത്. അത് വേസ്റ്റ് ഓഫ് എനർജിയാണ്. അപ്പം നമ്മൾ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, പ്രവർത്തിക്കുക. പത്താമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഈ ഒരു നിമിഷം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ചിലർ കഴിഞ്ഞ കാലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് ജീവിതം പാഴികളയും. ചിലർ ഫ്യൂച്ചറിനെ കുറിച്ച് വ്യാകുലത കാണിക്കും. ഇനി നാളെ എന്ത് സംഭവിക്കും, മറ്റന്നാൾ എന്ത് സംഭവിക്കും. നമ്മൾ ഇന്നത്തെ ഈ നിമിഷത്തിൽ ജീവിക്കുക, അതുമാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം ഈ 10 കാര്യങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പലർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് അറിവില്ല. അത് തെറ്റായിട്ടൊക്കെ ജീവിതത്തെ മനസ്സിലാക്കി ആവശ്യമില്ലാതെ മനസ്സിന് ടെൻഷനും ഒക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇത്തരം പ്രയോജനമുള്ള വീഡിയോകളുമായിട്ട് അടുത്തുള്ള ദിവസങ്ങളിലും ഞാൻ നിങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബായ്.